വെൽക്കം ബാക്ക് ടു വിദ്യാനദി. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. കേരള നവോത്ഥാനം രണ്ടാമത്തെ ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ ജനിച്ചു. ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ ജനിച്ചു. അച്ഛൻ മാടനാശാൻ, അമ്മ കുട്ടിയമ്മ, ഭാര്യ കാളി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ ജനിച്ചു. അച്ഛൻ മാടനാശാൻ, അമ്മ കുട്ടിയമ്മ, ഭാര്യ കാളി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ജി ശങ്കരക്കുറുപ്പ് ഇദ്ദേഹത്തെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട്. 1827 കളവൻകോടിലാണ് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. 1927 കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റ് സ്ഥലങ്ങൾ ഉല്ലഴ, വെച്ചൂർ, മുരിക്കുംപുഴ, കാരമുക്ക്. അപ്പം ജി ശങ്കരക്കുറുപ്പ് ഇദ്ദേഹത്തെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങൾ ഉല്ലഴ, വെച്ചൂർ, മുരിക്കുംപുഴ, കാരമുക്ക്. കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. 1967 ഓഗസ്റ്റ് 4. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി 1967 ഓഗസ്റ്റ് 4. ഒരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. 2006 ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി RBI നാണയം പുറത്തിറക്കി. ഇദ്ദേഹം തപസ്സനുഷ്ഠിച്ചത് മരുത്വാമലയിലെ പിള്ളത്തറം ഗുഹയിൽ. അപ്പോൾ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഡേറ്റ് 1967 ഓഗസ്റ്റ് 4. ഒരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത് 1918-26. 2006 ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി RBI നാണയം പുറത്തിറക്കി. ഇദ്ദേഹം തപസ്സനുഷ്ഠിച്ചത് മരുത്വാമലയിലെ പിള്ളത്തറം ഗുഹയിൽ. ഗുരുവിൻ്റെ പ്രസ്താവനകൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്. ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഗുരുവിൻ്റെ പ്രസ്താവനകൾ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1882 ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. 1887 അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ചു. 1887 അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ചു.
1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. അത് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നു. 1891 കുമാരനാശാനെ കണ്ടുമുട്ടി. 1891 കുമാരനാശാനെ കണ്ടുമുട്ടി. 1895 ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടി. 1895 ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടി. 1897 ആത്മോപദേശ ശതകം രചിച്ചു. 1897 ആത്മോപദേശ ശതകം രചിച്ചു. 1897 ആത്മോപദേശ ശതകം രചിച്ചു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചു. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. 1882 ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നു. 1891 കുമാരനാശാനെ കണ്ടുമുട്ടി. 1895 ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടി. 1897 ആത്മോപദേശ ശതകം രചിച്ചു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. 1903 മെയ് 15 SNDP നിലവിൽ വന്നു. 1903 മെയ് 15 SNDP നിലവിൽ വന്നു. ആസ്ഥാനം കൊല്ലം. ആസ്ഥാനം കൊല്ലം. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. മുഖപത്രം വിവേകോദയം. മുഖപത്രം വിവേകോദയം. ആദ്യ എഡിറ്റർ കുമാരനാശാൻ. ആദ്യ എഡിറ്റർ കുമാരനാശാൻ. ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. 1903 മെയ് 15 SNDP നിലവിൽ വന്നു. ആസ്ഥാനം കൊല്ലം. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. മുഖപത്രം വിവേകോദയം. ആദ്യ എഡിറ്റർ കുമാരനാശാൻ. ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥ്. 1912 അയ്യങ്കാളിയെ കണ്ടുമുട്ടി. 1912 അയ്യങ്കാളിയെ കണ്ടുമുട്ടി. 1913 ആലുവ അദ്വൈതാശ്രമം പണി കഴിപ്പിച്ചു. 1913 ആലുവ അദ്വൈതാശ്രമം പണി കഴിപ്പിച്ചു. 1914 വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി. 1914 വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി. 1916 രമണ മഹർഷിയെ കണ്ടുമുട്ടി. 1916 രമണ മഹർഷിയെ കണ്ടുമുട്ടി. അപ്പോൾ 1912 അയ്യങ്കാളിയെ കണ്ടുമുട്ടി. 1913 ആലുവ അദ്വൈതാശ്രമം പണി കഴിപ്പിച്ചു. 1914 വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി. 1916 രമണ മഹർഷിയെ കണ്ടുമുട്ടി. 1918 to 1926 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. 1918 to 1926 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. 1922 രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ഗുരുവിനെ സന്ദർശിച്ചു. 1922 രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ഗുരുവിനെ സന്ദർശിച്ചു. കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രോസ്. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വെച്ച് ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രോസ്. ദേശബന്ധം CR ദാസ്. 1924 ആലുവയിൽ വെച്ച് സർവ്വമത സമ്മേളനം നടത്തി. 1924 ആലുവയിൽ വെച്ച് സർവ്വമത സമ്മേളനം നടത്തി. അധ്യക്ഷനായിരുന്നത് ശിവദാസ് അയ്യർ. അന്നത്തെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹം. അന്നത്തെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹം. അപ്പോൾ 1918 to 1926 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. 1922 രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ഗുരുവിനെ സന്ദർശിച്ചു. കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രോസ്. 1924 ആലുവയിൽ വെച്ച് സർവ്വമത സമ്മേളനം നടത്തി. അധ്യക്ഷൻ ശിവദാസ് അയ്യർ, മദ്രാസ് ഹൈക്കോടതി ജഡ്ജി. 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു.
1925 മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയായി. 1928 സെപ്റ്റംബർ 28 ഗുരു സമാധിയായി. ശിവഗിരി കുന്നുംപുറത്ത് വെച്ച്. സമാധിയിൽ ധരിച്ചിരുന്ന വസ്ത്രമാണ് വെള്ള. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു. 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വന്ന് സന്ദർശിച്ചു. 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയായി. സമാധിയിൽ ധരിച്ചിരുന്ന വസ്ത്രം വെള്ള. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി കുന്നംപുറത്ത് വെച്ച്. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മയ്ക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടി. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി. കണ്ണേറ്റിക്കായൽ. കരുനാഗപ്പള്ളിയിലുള്ള കണ്ണേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. കണ്ണേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം, കോട്ടയം. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം, കോട്ടയം. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവർത്തനങ്ങളാണ് തിരുക്കുറർ വിവർത്തനം, ഒടുവിൽ ഒഴുക്കം, ഈശോവ്യാസം ഉപനിഷത്ത്. വിവർത്തനങ്ങൾ: തിരുക്കുറൽ വിവർത്തനം, ഒടുവിൽ ഒഴുക്കം, ഈശോവ്യാസം ഉപനിഷത്ത്. അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളി കണ്ണേറ്റിക്കായൽ, ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം, കോട്ടയം. വിവർത്തനങ്ങൾ: തിരുക്കുറൽ വിവർത്തനം, ഒടുവിൽ ഒഴുക്കം, ഈശോവ്യാസം ഉപനിഷത്ത്. ശ്രീനാരായണ ഗുരുവിനെ വെച്ച് കെ സുരേന്ദ്രൻ എഴുതിയത് ഗുരു കെ സുരേന്ദ്രൻ എഴുതിയ ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിലെ കൃതികൾ എഴുതിയ ആൾക്കാരുടെ കേട്ടോ. അപ്പോൾ കൃതികൾ കെ സുരേന്ദ്രൻ എഴുതിയത് ഗുരു. പെരുമ്പടം ശ്രീധരൻ നാരായണീയം. കിളിമാനൂർ കേശവൻ ഗുരുദേവ കർണാമൃതം. ടി ഭാസ്കരൻ മഹർഷി ശ്രീനാരായണ ഗുരു. ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. അഭിനയിച്ചത് തലൈവാസൽ വിജയ്. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. കെ സുരേന്ദ്രൻ എഴുതിയത് ഗുരു. പെരുമ്പടം ശ്രീധരൻ എഴുതിയത് നാരായണീയം. കിളിമാനൂർ കേശവൻ എഴുതിയത് ഗുരുദേവ കർണാമൃതം. ടി ഭാസ്കരൻ എഴുതിയത് മഹർഷി ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. അഭിനയിച്ചത് തലൈവാസൽ വിജയ്. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. ശ്രീനാരായണ ഗുരു എഴുതിയ കൃതികൾ: ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പ ദശകം, ജ്ഞാനദർശനം, ശ്രീകൃഷ്ണ ദർശനം. കൃതികൾ: ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പ ദശകം, ജ്ഞാനദർശനം, ശ്രീകൃഷ്ണ ദർശനം. ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പ ദശകം, ജ്ഞാനദർശനം, ശ്രീകൃഷ്ണ ദർശനം. അടുത്തത് ശിവകാരുണ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ചിഞ്ചട ചിന്തകം, ജാതി ലക്ഷണം, ജാതി മീമാംസ, അറിവ്, അദ്വൈത ദീപിക, ജനനി നവരത്ന മഞ്ജരി, വിനായകാഷ്ടകം. ജീവകാരുണ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ചിഞ്ചട ചിന്തകം, ജാതി ലക്ഷണം, ജാതി മീമാംസ, അറിവ്, അദ്വൈത ദീപിക, ജനനി നവരത്ന മഞ്ജരി, വിനായകാഷ്ടകം. അപ്പോൾ ഇത്രയാണ് ശ്രീനാരായണ ഗുരു. അത്യാവശ്യം ഒരു വലിയ
ടോപ്പിക്ക് 15 മിനിറ്റ് ശ്രീനാരായണ ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പല തവണയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വീഡിയോ അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് വേറെ ഏതാ ടോപ്പിക്ക്, ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ സൗണ്ട് ഉണ്ടോ? ഇടയ്ക്ക് തന്നെ 1-2 വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലയെന്ന് എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. ഇതിനൊക്കെ സൗണ്ട് ഉണ്ടോ? ഇപ്പോൾ എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, ഇല്ലെങ്കിൽ പറയണേ. ഞാൻ മൈക്ക് ഓർഡർ ചെയ്ത് ഇതുവരെ വന്നില്ല, 29-ാം തീയതി വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് ഇടാവേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.